إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 255-ാമത്തെ ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഏത് രൂപത്തിലാണ് വിശദീകരിക്കുന്നത് നോക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല, ഇല്ലാഹു അവനല്ലാതെ ആരാധനക്ക് അർഹനായ ആരുമില്ല. അൽ ഹയ്യ് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ജീവസുദ്ധവനാണവൻ, എന്നെന്നും ജീവനുള്ളവനാണവൻ. അല്ലാഹുവിനെ ഏത് രൂപത്തിൽ അനുയോജ്യമായിരിക്കുന്നു ആ രൂപത്തിൽ. അൽ ഖയ്യൂം സർവനിയന്താവാണ്, എല്ലാ കാര്യങ്ങളും അന്യാശ്രയം കൂടാതെ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം ലോകകാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്ന നിയന്താവാകുന്നു അല്ലാഹ്. പക്ഷമല്ല പറയുന്നു, ലാ തഖുദു അവനെ പിടികൂടുകയില്ല സിനത്തുൻ ഒരു മയക്കം, വലാനോ മുന്നുറക്കമോ, മയക്കമോ ഉറക്കമോ പിടികൂടാത്തവനാണ്. മനുഷ്യ സഹജമായ യാതൊരു തരത്തിലെ ദൗർബല്യങ്ങളും അല്ലാഹ്ക്കില്ലെന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. ലഹു അവന് കാണല്ലെങ്കിൽ അവന്റേതാണ് മാഫി സമാവാതി ആകാശങ്ങളിലുള്ളതും വമാഫിൽ അർളി ഭൂമിയിലുള്ളതും അവന്റേതാകുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം അല്ലാഹുവിന് മാത്രമാകുന്നു, അത് മുഴുവനും സൃഷ്ടിച്ചതല്ലയാകുന്നു എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. മന്ദല്ലദീ യശ്ഫഉ ആരാണ് ശഫാഅത്ത് ചെയ്യുക അല്ലെങ്കിൽ ശുപാർശ ചെയ്തവൻ ആരാണ്? ഇൻദഹു അവന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ. ഇല്ലാ ബിഇദ്നി അവന്റെ അനുമതി കൂടാതെ. ഇതാണ് മുൻ ആയത്തിൽ പറഞ്ഞത്. ശഫാഅത്ത് ഉപകാരപ്പെടില്ല ആരുടെ? അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ശഫാഅത്ത് ഉപകാരപ്പെടുകയില്ല. അല്ലാഹു അനുമതി നൽകിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലത്തെ അമ്പിയാക്കളുടെയും അതുപോലെ സജ്ജനങ്ങളുടെയും ശഫാഅത്ത് ഉപകാരപ്പെടും. യഅലമു അവൻ അറിയുന്നു, അല്ലാഹ് അറിയുന്നു, മാ ബൈന അയ്ദീഹിം അവർക്ക് മുന്നിലുള്ളതും വമാ ഖൽഫഹും അവരുടെ പിന്നിലുള്ളതും അല്ലാഹ് അറിയുന്നു. വലാ യുഹീതൂന അവർ വലയം ചെയ്യുകയില്ല, അതായത് സൂക്ഷ്മമായി അറിയുകയില്ല. ബിശൈഇൻ ഒന്നും തന്നെ മിൻ ഇൽമിഹി അവന്റെ അറിവിൽ നിന്നും, അല്ലാഹുവിന്റെ അറിവിൽ നിന്നും അവർ ഒന്നും തന്നെ അറിയുകയില്ല. ഇല്ലാ ബിമാ ശാഅ അവൻ ഉദ്ദേശിച്ചതല്ലാതെ. അല്ലാഹ് ഉദ്ദേശിച്ചത് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹ് ഉദ്ദേശിച്ചത് അവൻ തൃപ്തിപ്പെടുന്ന പ്രവാചകന്മാർക്കും മറ്റുള്ളവർക്കും അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നു മാത്രം അറിയും. വസിയ വിശാലമായിരിക്കുന്നു, കുർസിയു അവന്റെ രാജപീഠം വിശാലമായിരിക്കുന്നു. അസ്സമാവാതു വൽ അർദ് ആകാശങ്ങളും ഭൂമിയും, ആകാശങ്ങളെയും ഭൂമിയും വിശാലമായിരിക്കുന്ന അവന്റെ രാജപീഠം അത്രയും വലിപ്പമുള്ളതാണെന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ. വലാ യഊദുഹു ഹിഫ്ളുഹുമാ അത് രണ്ടിന്റെയും ആ സംരക്ഷണം, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സംരക്ഷണം അവന് വലാ യഊദുഹു അവന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഹിഫ്ളുഹുമാ അത് രണ്ടിന്റെയും സംരക്ഷണം, അവനൊരു ബുദ്ധിമുട്ടുള്ളതല്ല. വഹുവൽ അലിയുൽ അലീം അല്ലാഹു അലീം അലീമാകുന്നു. അഖ്ദബാന.